പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് ദൈവം പറയുന്നു മാത്രമല്ല, അപ്പോൾ എത്ര സുവിശേഷകർ പ്രവർത്തിച്ചാലും പോരാ എന്നുള്ള അവസ്ഥയാണ് ഇന്ത്യ. 144 കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളവർക്കാണ് ദൈവം വലിയ കൃപ തന്നത്. അപ്പോസ്തലനെ നമ്മുടെ അടുക്കലേക്ക് അയച്ചു. എന്നിട്ടും നാം ചെയ്യേണ്ട പ്രവൃത്തി ഇതുവരെയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഈ അവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസാന നാളുകളിലെങ്കിലും ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അവരവർക്ക് പോയി പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ആ പ്രവർത്തിക്കുന്നവരോട് കൂടെ നിൽക്കണം. ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റു പലതും ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇന്ന് മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാൻ ഇടവരാതെ കർത്താവിനെ കാണുവാനും കേൾക്കുവാനും ദൈവം ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ നിമിഷം കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ വചനം പ്രിയപ്പെട്ടവർ കൂടെ സംസാരിച്ച്, പ്രിയപ്പെട്ട ബാബുപിള്ളാർ കൂടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. കർത്താവെ, ഇങ്ങനെ ഒരു കൂടിവരവിനെ അവിടുന്ന് ഒരുക്കിയല്ലോ. കർത്താവെ, അതിരാവിലെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് ഇരിക്കുന്നത് കർത്താവെ എല്ലാം മാറ്റിവെച്ചാണല്ലോ നിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ മക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. നിന്റെ മക്കളോട് സംസാരിക്കണമേ കർത്താവെ. അവിടുന്ന് തന്നെ നിന്റെ മക്കളോട് സംസാരിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിലായിരിക്കുന്ന നിന്റെ മക്കൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം. ഓരോരുത്തരെ കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് നിന്റെ മക്കൾക്ക് കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവെ. അവരുടെ ഭവനങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ. രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുന്ന് നിന്റെ മക്കളെ സൗഖ്യമാക്കണമേ കർത്താവെ. അവിടുത്തെ വചനം ക്രിയ ചെയ്യുന്ന വചനമായിരിക്കാൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് ക്രിയ ചെയ്യുമാറാകണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, ദൈവകൃപയുടെ, അഭിഷേകത്തിന്റെ, ശുദ്ധീകരണത്തിന്റെ ദിവസമാക്കി തീർക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം അവിടുന്ന് വന്നാൽ അവിടുത്തെ ചേർക്കപ്പെടത്തക്കോണം ഒരുങ്ങിയിരിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ കർത്താവെ. ദൈവകൃപയിൽ നിന്റെ മക്കളെ പൊതിയണമേ. അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികമായിട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ 4 ദിവസം കർത്താവെ ഈ എളിവൽ കൂടെ അവിടുത്തെ വചനം അവിടുന്ന് കേൾപ്പിക്കണമേ കർത്താവെ. മനുഷ്യന്റെ ശബ്ദമോ ചിന്തകളോ ഒന്നും വരുവാൻ ഇടവരരുത്. അവിടുത്തെ വചനമില്ല എങ്കിൽ ഒന്നുമില്ലല്ലോ. അത് ഞങ്ങളെ ജീവിപ്പിക്കുന്നതാകുന്നു, ശക്തീകരിക്കുന്നതാകുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒരത്ഭുതമെങ്കിലും പ്രാപിക്കാതെ ആരും ഈ ഡിവൈസുകളുടെ മുമ്പിൽ നിന്ന് പോകുവാൻ ഇടവരുത്. ഏത് ദേശത്തിരുന്നുകൊണ്ട് ആരൊക്കെ കേൾക്കുന്നോ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം. അവിടുന്ന് അവരെ ശുദ്ധീകരിക്കണം, സഹായിക്കണം. ഈ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണം. EGM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ ഭക്തനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കൂടെ നിൽക്കുവാൻ അനേകരെ ഒരുക്കണമേ. ഇത് ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാൻ സഹായിക്കണം കർത്താവെ. സഭാ വ്യത്യാസമെന്നെ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുന്ന ദൈവമായിരിക്കാൽ കർത്താവെ എല്ലാ അതിർവരമ്പുകളെയും കർത്താവെ ഭേദിച്ചുകൊണ്ട് അവിടുത്തെ വചനം പരക്കുവാൻ തക്കണം ഇടയാക്കണമേ കർത്താവെ. ഇത് പകൽക്കാലം ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ എല്ലാവർക്കും നൽകുമാറാകണം. EGM-ന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിച്ചാട്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷകരെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്നല്ലോ കർത്താവെ. എല്ലാം അനുകൂലമാക്കി തീർക്കണമേ. പുതിയ ഗവൺമെന്റിന്റെ സെറ്റപ്പിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സുവിശേഷ വിരോധികളായിട്ട് ആരും പ്രവർത്തിപ്പാൻ ഇടവരുത് കർത്താവെ. ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാൻ ഇടയാക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കിയാൽ ഇന്ന് അനുഗ്രഹങ്ങളും അതിശയങ്ങളും അത്ഭുതങ്ങളും ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 കരങ്ങളും ഉള്ളവര് 2 കരം ഉയർത്തി കർത്താവിന് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായി സാർ ദൈവനം പറയണമെന്ന് പറഞ്ഞപ്പോൾ, സബ്ജക്റ്റ് പറയണം എന്ന് പ്രിയ ദാസൻ പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളോട് സംസാരിക്കാനായിട്ട് ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സമകാലിക അനർത്ഥ സംഭവങ്ങളും ദൈവിക മുന്നറിയിപ്പുമാലേ. പ്രൈസ് ദി ലോർഡ്. സമകാലിക അനർത്ഥ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ സാങ്കത്യമുണ്ട്. ഇന്നത്തെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 30-ാം തീയതി അതിരാവിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ
വയനാടിന്റെ പ്രദേശത്ത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇടുക്കിയുടെ പ്രദേശമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വയനാടിന്റെ പ്രദേശത്ത് ആരും ഒരു മുന്നറിയിപ്പും നൽകിയില്ല. കാലാവസ്ഥാ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒത്തിരി അറിയാമെന്ന് പറയുന്ന ശാസ്ത്രം, എന്നാൽ ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. ഉറങ്ങിക്കിടന്ന ജനം രാവിലെ ആയപ്പോഴത്തേക്കിന് ഹല്ലേലൂയ ഒരു മുഴക്കമൊക്കെ കേട്ട് കുറെ പേരൊക്കെ ഓടിപ്പോയി, പർവ്വതങ്ങളിലേക്ക് കുന്നുകളിലേക്കൊക്കെ ഓടിപ്പോയി. ചിലർ സുരക്ഷിതമെന്ന് കരുതിയതായ 2 നില കെട്ടിടത്തിന്റെ ഒക്കെ മണ്ടയ്ക്ക് കയറിയിരുന്നു. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അവരൊക്കെ രക്ഷപ്പെട്ടു. നമുക്കറിയാം, ഇതിനെ അറിയിച്ചതായ ഒരു പ്രിയ മകളെ പറ്റി നമ്മൾ പറയുന്നു, എല്ലാരെയും വിളിച്ചറിയിച്ചു. ആ മകളും കയറിയതായ, ആ ഭർത്താവ് മറ്റുള്ളവരെ രക്ഷിക്കാൻ പോയി, ആ പൈതലും കയറിയതായ ആ ബിൽഡിങ്ങും അടുത്ത ഉരുൾപൊട്ടലിൽ നശിച്ചു. 1 അല്ല 2 ഉരുൾപൊട്ടൽ. ഹല്ലേലൂയ. എത്ര പേര് മരിച്ചെന്നുള്ളത് ഇന്നും ഉറപ്പല്ല. ഹല്ലേലൂയ. 400 എന്ന് പറഞ്ഞ് ചെല്ലു പറയുന്ന അല്ല, ആയിരക്കണക്കിനുണ്ടെന്ന് പറയുന്നു. ഇതൊന്നും വരുന്ന നാളുകളിലെ അത് വെളിച്ചത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സമകാലിക സംഭവമാണത്. എന്നാൽ ഹല്ലേലൂയ, സമകാലികം എന്ന് പറയുമ്പോൾ അതാത് സമയത്ത് നടക്കുന്നതായ സംഭവങ്ങൾ, അത് സംഭവങ്ങൾ ആയിരക്കണക്കിന് നടക്കുന്നുണ്ട്. എന്നാൽ അതാത് സമയത്ത് നടക്കുന്ന അനർത്ഥ സംഭവങ്ങൾ, ഹല്ലേലൂയ, അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ട് സമകാലികമായ അനർത്ഥ സംഭവങ്ങൾ ചുറ്റും നടക്കുമ്പോൾ നാം ഇത് അറിയാത്തവരായി തീരരുത്. ഈ കാലത്തിന്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും ആരാഞ്ഞറിയണം. കർത്താവിന്റെ അടുക്കൽ വന്നേച്ച ശിഷ്യന്മാര് പറഞ്ഞു, ഒരടയാളം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രന്റെ അടയാളങ്ങളല്ലാതെ, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഹല്ലേലൂയ, രാവിലെ ആകാശം ചുമന്നു കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ ആകാശത്തിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്നാൽ സമകാലിക സംഭവങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തിരിച്ചറിയാത്തത് എന്ത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് നാം ആയിരിക്കുന്ന അവസാന നാളുകളിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ എത്രത്തോളം നമുക്കതിനെ പറ്റിയുള്ള ബോധ്യമുണ്ട്, എത്രത്തോളം നാം അതിനുവേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളത് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിലേക്ക് നടത്തുവാനുള്ളൊരു ആഹ്വാനമായിട്ട് ഇന്ന് പ്രവർത്തിപ്പാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ജോൺ തോമസ് പറഞ്ഞു, ഓരോ ദിവസമുള്ള പത്രങ്ങൾ വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ശരിയല്ലയോ? അതാത് ദിവസമുള്ള പത്രങ്ങൾ, ചിലർ പത്രം വായിക്കത്തില്ല, പേപ്പറായിട്ട് കയ്യിലെടുത്ത് വായിക്കത്തില്ലെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഈ മീഡിയയിൽ കൂടെ ഒക്കെ ഓരോ ദിവസമുള്ള സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പത്രം വായിച്ചാൽ മതി നാം എവിടെ നിൽക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കാലലക്ഷണങ്ങളെ നാം വിവേചിച്ചറിയണം. പലരും കരുതിയിരിക്കുന്നത് പത്രോസ് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ട്. എന്താണ്? ഇന്നുവരെയും ലോകം അതുപോലെ ഇരിക്കുന്നു, ഇതുവരെയും കർത്താവ് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ്? കുറച്ചുപേര് കൂടെ രക്ഷിക്കപ്പെടട്ടെ എന്ന് കരുതി കാലതാമസം വരുത്തുകയാണ് പിതാവ്. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുന്നവരാണ് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത്രയും പേര് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളും, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളത് നാം വർഷങ്ങളായിട്ട് കേൾക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്വർഗത്തിലെ ദൈവം സകല കാര്യങ്ങളും തന്റെ പുത്രന് വെളിപ്പെടുത്തി കൊടുക്കും, തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് അബ്രഹാമിനെ വരെ എന്റെ കാലത്ത് വരെ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുത്രനും ദൂതന്മാർക്ക് ഒന്നും വെളിപ്പെടുത്തി കൊടുക്കാത്തതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റ കാര്യമേ നമ്മുടെ അറിവിൽ വേദപുസ്തകത്തിൽ നമ്മൾ ഓപ്പണായിട്ട് വായിക്കുന്നുള്ളൂ. മറ്റൊരു അനേകധി കാര്യങ്ങൾ കാണാൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുത്രനും ദൂതന്മാർക്കും ഒന്നും വെളിപ്പെടുത്തി കൊടുക്കാത്ത സംഗതിയാണ് ആ നാളും നാഴികയും എപ്പോഴും. അത് നിങ്ങൾക്ക് അറിയുവാനുള്ളതല്ല എന്ന് കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയും, നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നാളും നാഴികയും നമ്മൾ അറിയായ കൊണ്ട് ഉണർന്നും ജാഗരിച്ചും ഇരിപ്പി എന്ന് പറയും. അതുകൊണ്ട് അത് നമുക്ക് ആർക്കെങ്കിലും കുറിവാക്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം വായിക്കാം. അധിക വാക്യങ്ങളൊന്നും ഇന്ന് എടുപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു അധ്യായം മുഴുവൻ അത് നമ്മൾ പഠിക്കാനല്ല തുടങ്ങുന്നത്. അനേക പ്രാവശ്യം നമ്മൾ കർത്താവിന്റെ വരവിനെ പറ്റി ധാരാളമായിട്ട് എല്ലായിടങ്ങളിലും കേൾക്കുന്നതാണ്.
അതിൽ നിന്നൊരു വാക്യം മാത്രം. അതുകൊണ്ട് അവിടെ മുഴുവനും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദേവാലയം കാണിച്ചുകൊണ്ട് ശിഷ്യന്മാര് ചോദിക്കുക, എത്ര മനോഹരമായ കല്ലുകളാണ്, ഹല്ലേലൂയ എത്ര മനോഹരമായ ആരാധനയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അവിടെ, മനോഹരമായ കല്ലുകൾ. കർത്താവ് ഹല്ലേലൂയ അത് കേൾക്കുമ്പോഴത്തേക്കിനും നല്ല മനോഹരമായിരിക്കുന്നു എന്ന് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയുമെന്നാണ് ഒരുപക്ഷെ അവർ കരുതിയത്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ കല്ലുകളൊക്കെ കാണുന്നില്ലയോ? ഹല്ലേലൂയ ഈ മനോഹരമായ പണി കാണുന്നില്ല? ഏതാണ് 46 വർഷം കൊണ്ട് പണിഞ്ഞതാണ് ഈ ദേവാലയം എന്ന് വേദോസ്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നത്തെ ഹെരോദ രാജാവ് തന്റെ പ്രശസ്തിക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പണിഞ്ഞു കൊടുത്തതായ ആ വലിയ ദേവാലയമാണ്. വളരെ മനോഹരമായിട്ടുള്ള ദേവാലയമാണ്, വലിയ വലിപ്പമുള്ളതായ ശ്രേഷ്ഠമായ ദേവാലയമാണ്. എന്നാൽ കർത്താവ് അതിനെപ്പറ്റി പറഞ്ഞത്, നിങ്ങൾ ഇത് കാണുന്നില്ലയോ? ഹല്ലേലൂയ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവൻ ഇവിടെ തകർക്കപ്പെടും. അതുപോലെ നടന്നു. AD 70 ആയപ്പോൾ അത് അതുപോലെ സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കാലം മുതൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് 2000 ചില്ലുവാനും വർഷങ്ങളായി. എന്നാൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ, കണ്ണിന്റെ മുൻപിൽ നടക്കുന്നു. കർത്താവ് തന്നെ അവിടെ പറയുന്നുണ്ട്, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് കർത്താവിന്റെ വായിൽ കൂടെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യുദ്ധങ്ങൾ ധാരാളം നടന്നു കഴിഞ്ഞു, ക്ഷാമങ്ങൾ ധാരാളം നടന്നു കഴിഞ്ഞു, ഭൂകമ്പങ്ങൾ ധാരാളം നടന്നു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ എഴുതുന്ന സമയത്ത് അന്ത്യകാലത്തെ പറ്റിയുള്ള പ്രവചനം നമുക്കറിയാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹല്ലേലൂയ സാധാരണ സമയമൊന്നുമല്ല അന്ത്യകാലത്ത് വരുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദുർഘട സമയമാണെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ എന്നിട്ട് പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളായി തീരും. അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് മനുഷ്യർ സ്നേഹികളാണ്. ഇന്ന് ആരും ആരെയും അനുസരിക്കുന്നില്ല, ആരും ആരുടെയും വാക്ക് കേൾക്കുന്നില്ല. അവരവർ പറയുന്നതാണ് ശരിയെന്നുള്ളതായ അവസ്ഥയിലാണ്. ഹല്ലേലൂയ ദൈവത്തെ പോലും മുതലെടുക്കുന്നതായ ഒരു തലമുറയിലാണ് ഇന്നായിരിക്കുന്നത്. അവരവരുടെ കാര്യം സാധിക്കുക. എന്നാൽ ദൈവവചനം പറയുന്ന മുൻപേ അവന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കണം, അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന് ദൈവവചനം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടും മുൻപേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ഞാനും നിങ്ങൾ ശോധന ചെയ്യണം. ഞാനും നിങ്ങളും അന്വേഷിക്കുന്നത് എന്താണ്? നമ്മുടെ ഭൗതിക വിഷയങ്ങൾ ഒത്തിരി കാണും, ഒരുപാട് വിഷയങ്ങൾ കാണും. ഓരോ പ്രായം ചെല്ലും തോറും നമ്മുടെ വിഷയങ്ങളും കൂടിക്കൊണ്ടിരിക്കുക. 80ഉം 90ഉം വയസ്സൊക്കെ ആയവർക്ക് ഒരുപാട് വിഷയമാണ്. ഹല്ലേലൂയ അവരുടെ കാലം അങ്ങോട്ട് തീരാറായെന്നുള്ള ചിന്തയില്ല. അവർക്ക് മക്കളുടെ വിഷയം, കൊച്ചുമക്കളുടെ വിഷയം എന്നും വേണ്ട, വിഷയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും വിഷയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ദൈവവൈദ്യന്റെ ലക്ഷ്യമായി തീരേണ്ടത്. അപ്പോസ്തലന്മാരെ ദൈവം വിളിച്ചിറക്കിയിട്ട് പിന്നെ അവർക്ക് അവരുടെ വിഷയമൊന്നും പ്രശ്നമല്ല. വീടും കൂടും നാടും വിട്ടേച്ച് കർത്താവിന്റെ പിന്നാലെ പോകുകയാണ്. ഒടുവിൽ അവരൊക്കെയും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുകയാണ്. ഒരു വട്ടം പത്രോസ്, ധൈര്യശാലിയായ പത്രോസാണല്ലോ എല്ലാം എളുപ്പം പെട്ടെന്ന് എടുത്തു പറഞ്ഞു, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും കിട്ടിയില്ല, ഇനി എന്താ കിട്ടാൻ പോകുന്നത്? ഉടനെ മറുപടിയും കൊടുത്തു, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് അനേക മടങ്ങായി നൽകും, നിത്യജീവനെ നൽകും, സ്വർഗത്തിൽ പ്രതിഫലം നൽകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഭൗതിക നന്മകളുടെ പുറകിന് നമ്മൾ പോകരുത്. 23-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം. അതിന്റെ അവസാന വാക്യം എന്താണ്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നാം യഥാർത്ഥ ദൈവമക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളെ പിന്തുടരും. ഈ ലോകത്തിന്റെ എല്ലാ നന്മയും നമുക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് അറിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാം നമ്മളെ പിന്തുടരും. അതിന്റെ പുറകിന് പോകരുത്. ഇടയന്റെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മുടെ പിന്നാലെ നന്മയും കരുണയും ഒക്കെ നമ്മുടെ ആയുഷ്കാലം മുഴുവനും വരും. അതുകൊണ്ട് എന്നെ കേൾക്കും ദൈവജനമേ, എപ്പോഴും ഉറപ്പുള്ളവരായി തീരാ. ദൈവമക്കൾക്ക് ആദ്യം അവരവരുടെ ആത്മീക സ്റ്റാറ്റസിനെ പറ്റി ഒരു ബോധം വരണം. തങ്ങൾ ദൈവസേനയിൽ ആരാണ് എന്നുള്ള ബോധം വരണം. കർത്താവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം വേണം. ദിവസവും ദൈവ ശബ്ദം കേൾക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാവിലത്തെ ഞങ്ങളുടെ സമയം എന്ന് പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ 1.5 മണിക്കൂർ
എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എങ്ങനെയെങ്കിലും ഹല്ലേലൂയ വലിയ തിരക്കിന്റെ മധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അനവധി വിഷയങ്ങൾ, ഞങ്ങളുടെ വിഷയങ്ങൾ ഉണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ അനേകരുടെ വിഷയങ്ങൾ, കൂട്ടായ്മയിലൊക്കെ വരുന്നവരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ ചുമതലയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന വലിയ ശക്തിയുള്ളതാണ്. അതിരാവിലെ ദൈവസന്നിധിയിൽ വന്ന് നമ്മളെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ രാവിലത്തെ പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. അവരവർക്കൊരു പ്രാർത്ഥനയ്ക്ക് ഉള്ളതൊരു എന്താണ്, ഒരു ഇന്റിമേറ്റ് പ്രെയർ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താണ്, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് ചോദിക്കട്ടെ. അപ്പോൾ അറയിൽ കിടക്കുന്ന വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് വരാം. കാരണം അവർ ഒരു ശരീരമാണ്. അപ്പോൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എങ്കിലും, കുഞ്ഞുങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കാം, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും ചേർത്ത് വെച്ച് കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഉണ്ടായിരിക്കണം. അതൊരു അനുഗ്രഹമാണ്. എത്ര കൂടിവരവുകൾ ഉണ്ടായിരുന്നാൽ അത് നമ്മൾ മറ്റുള്ളവരോട് ചേർന്നുള്ള, കാരണം ദൈവജനം എല്ലാം ഒരു കുടുംബമാണ്. ഇത്രയും ഡിവൈസ് കൂടെ ഇന്ന് 200 ഡിവൈസ് ഉണ്ടായാലും ഇപ്പം 7 പേരെ കാണാനില്ല. നെറ്റിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിവൈസിൽ കൂടെ സംബന്ധിക്കുന്ന എല്ലാവരും ഒരു കുടുംബമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികളാണ്. നാം പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കാത്തതൊന്നുമില്ല പ്രിയമുള്ളവര്. വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് വിശാലമായിരിക്കണം. ലോകത്തിലുള്ള സകലരെയും ഓർത്ത്, അതുപോലെ നമ്മുടെ അറിവിലുള്ള രാജ്യങ്ങളെ, രാജ്യ സംഭവങ്ങളെ, യുദ്ധങ്ങൾ നടക്കുന്നു, സംഭവങ്ങൾ നടക്കുന്നു, ഇതൊന്നും നമ്മൾ അറിയാത്തവരായി തീരരുത്. യിരെമ്യാവ് പറയുന്നു, കടന്നു പോകുന്ന ഏവരുമായുള്ളവര് ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ. അതുകൊണ്ട് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ ഏതുമില്ല എന്ന് പറയുവാൻ ഇടവരരുത്. ഈ ഉരുൾപൊട്ടൽ നടന്നത് ഏതുമില്ല എന്ന് പറയുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു വാണിംഗ് ആണ് എന്ന് ഇന്ന് പൽക്കാലം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്കറിയാം, യുദ്ധങ്ങൾ അനവധി നടന്നു. എന്നാൽ പിന്നീടാണ് 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം. ഇന്നും ഹല്ലേലൂയ അതിന്റെ യുദ്ധത്തിന്റെ വക്കിലാണ്. ഇസ്രായേലിൻ്റെതായ ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അവരെ എതിർത്തുകൊണ്ട് എല്ലാവരും, ഹൂതികള്, ഹമാസ്, ഇവരെല്ലാം ഹല്ലേലൂയ, ഹെസ്ബുള്ള, ഇറാന്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ദൈവജനമായിരിക്കുന്ന ഇസ്രായേലിനെ വീണ്ടും എന്താണ് അവിടുന്ന് പിഴുതു കളയാനൊക്കെ ശ്രമിക്കുകയാണ്, നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുക. എന്നാൽ ദൈവമാണ് അവരെ നിലനിർത്തുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങാം. ദൈവവചനത്തിൽ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. നാം അനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദൃശ്യമായ കാര്യങ്ങളിലേക്കല്ല നാം പോകുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ കുറിവാക്യമായി വായിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം. അതുകൊണ്ട് എന്താണ് സംഭവങ്ങൾ നടക്കുന്നത്, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എന്താണ് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ നമ്മുടെ എല്ലാ ഉള്ളത്തിൽ പറയുന്നുണ്ട് ഇതൊരു വാണിംഗ് ആണെന്ന്. ശരിയല്ലയോ? പ്രത്യേകിച്ച് കേരളക്കാരോട് ഈ ദിവസങ്ങളിൽ ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നാം അത് മനസ്സിലാക്കിയില്ലേ, നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരായിത്തീരും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, മലയാളികളായിട്ടുള്ളവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്നവർ മനസ്സിലാക്കണം, ദൈവം സ്വർഗം കേരളത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുക. മറക്കരുത്, കുറിച്ചു വെക്കുക. ഗോഡ് ഹാസ് ടാർഗറ്റഡ് കേരള സ്പെഷ്യലി. മറ്റൊന്നും കൊണ്ടുമല്ല, തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെ ഇങ്ങോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുത്താ ചെയ്തു. ലോകത്തിന് എവിടെ വേണമെങ്കിലും അയക്കാമായിരുന്നു. റഷ്യയിൽ അയക്കാമായിരുന്നു, അല്ലെങ്കിൽ ജപ്പാൻ ഇവിടെ അയക്കാൻ. ഈ ലോകത്ത് ഒരുപാട് ഇന്ന് 250-ലധികം രാജ്യങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും അയക്കാമായിരുന്നു. എന്നാൽ ഈ കൊച്ചു കേരളത്തെയും അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ പ്രദേശങ്ങളെയും സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടു. ഈ തോമാസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമുക്കറിയാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് വേണ്ടി നാമും പോകാമെന്ന് പറഞ്ഞ തോമാസ് കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഒടുവിൽ ഈ തോമാസ് ഇവിടെ മരിച്ചു, ശൂലം കൊണ്ട് കുത്തപ്പെട്ടവനായി മരിച്ചു. എന്നാൽ തന്റെ പ്രവൃത്തി കേരളത്തിൽ നിവർത്തിച്ചിട്ടാ പോയത്. 7.5 പള്ളി സ്ഥാപിച്ചിട്ട് പോയെന്നുള്ളതായ ചരിത്രം നമുക്കറിയാം. കേരളക്കാർ ഇന്ന് നമ്മളൊക്കെ ക്രിസ്തീയ നാമധാരികളായിരിക്കാൻ കാരണം നമ്മുടെ കർത്താവ് തൻ്റെ ഒരു അരുമ ശിഷ്യനെ കടൽ താണ്ടി ഇവിടെ അയച്ചത് കൊണ്ടാ സുവിശേഷം ഇവിടെ അറിയിക്കപ്പെട്ടു. നമ്മുടെ പിതാക്കന്മാര് ക്രിസ്തീയ സഭയുടെ ഹല്ലേലൂയ പാരമ്പര്യം കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാവരെക്കാളും, അതായത് ലോകത്തിന്റെ എവിടെയൊക്കെ ക്രിസ്തീയ സഭയുണ്ടോ, പൗലോസ് പോയ സ്ഥലങ്ങള്, പത്രോസ് സഞ്ചരിച്ച സ്ഥലങ്ങള്, ഈ സ്ഥലങ്ങൾക്ക് തുല്യമായിട്ട് നമ്മെ ദൈവം ഉയർത്തിയിരിക്കുക.
കേരളക്കരയെ ദൈവം ഉയർത്തിരിക്കുക. നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കുവാൻ നമ്മളൊരു നന്മയുണ്ടായിട്ടല്ല. ബിംബാരാധികളായിട്ടിരുന്നവര്, അനേക ദുരാചാരങ്ങളായിരുന്നവര്, ദുർമന്ത്രവാദത്തിന് അടിമകളായിരുന്ന കേരളത്തിലുള്ള അനേകര് ഹല്ലേലൂയ അന്ന് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് അവരുടെ തലമുറയായി ഇന്ന് കേരളക്കാർ അനുഗ്രഹം പ്രാപിച്ചിരിക്കുക. നമ്മൾ ബുദ്ധിയുടേതായ ഐക്യം നോക്കിയാല് ഹല്ലേലൂയ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തിന്റെ ജനമായി ഹല്ലേലൂയ ഇസ്രയേൽ ആണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ നോബൽ പ്രൈസ് ലഭിക്കുന്നവരിൽ വലിയ പങ്കും ഇസ്രയേലിയരാണ്. ഇന്നും എല്ലാ കണ്ടുപിടുത്തം നമ്മൾ ഈ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എന്താണ് ഈ ഗൂഗിളിന്റെ സിസ്റ്റം കണ്ടുപിടിച്ചവരാണ്. ഹല്ലേലൂയ ഈ മീഡിയ ഒക്കെ കണ്ടുപിടിച്ചവരാണ്. ഇന്നും അവരിൽ കൂടെയാണ് ലോകം അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇസ്രയേൽ ജനം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടാൽ പിന്നെ ഭൂമിക്ക് മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ല. കാരണം ദൈവത്തിന്റെ വിളിയെ കുറിച്ച് ദൈവം ഒരിക്കലും അനുദപിക്കുന്നില്ല. അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അവന്റെ പേർ വലുതാക്കി, അവന്റെ തലമുറ ഇന്ന് ഭൂമിയിൽ നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. അതുകൊണ്ട് ദൈവം തന്റെ ആലലിയ ശിഷ്യനെ, ഒരു അരിമ ശിഷ്യനെ ഇങ്ങോട്ട് അയച്ചു. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. അതുകൊണ്ട് ഈ കേരളത്തിന്റെ മേൽ ദൈവത്തിൻ്റെതായ ആലലിയ ഒരു ന്യായവിധി എന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം കുറച്ച് നാളുകളായതേ ഉള്ളൂ കുവൈറ്റിന്റെ പ്രദേശം. അതുകൊണ്ട് കേരളക്കാർ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് ഓടിപ്പോയാലും അവിടെയും ദൈവത്തിന്റെ കരം എത്തും എന്നുള്ളത് കർത്താവ് ഈ നാളിൽ കാണിച്ചുകൊണ്ടിരിക്കുക. കുവൈറ്റിന്റെ പ്രദേശത്ത് ഒരു മലയാളി നടത്തുന്ന കമ്പനിയിലെ അക്കോമഡേഷനിൽ അവരും രാത്രി ഉറങ്ങിക്കിടന്നു. അതിരാവിലെ അവരിൽ 50 പേര് അവര് പോലും അറിയാതെ ഏതാനും പേര് മാത്രമേ ഹല്ലേലൂയ വെപ്രാളത്തിൽ മരിച്ചുള്ളൂ, തീവെന്ത് മരിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ പുക ശ്വസിച്ചാണ് മരിച്ചതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അതിന്റെ ശേഷം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ മഹാപ്രളയമാണ്. എന്നെ കേൾക്കുന്ന ഉരുൾപൊട്ടലാണ്, അതിഭയങ്കരമായിട്ടൊരു. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. ഹല്ലേലൂയ ആയി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഒരു വലിയ വാണിംഗ് ആണ്, അത് മറക്കരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി സംഭവം നടക്കാൻ പോവുക. നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന കാര്യമാണ്. മുല്ലപ്പെരിയാറിനെ പറ്റി എല്ലാവരും നാം കേട്ടുകൊണ്ടിരിക്കുക. ഈ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഹല്ലേലൂയ ശാസ്ത്രം പറയുന്നു അത് പൊട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ ഏതാനും നാളുകൾ നമുക്ക് അതിന്റെ ഒരു വാണിംഗ് ആണ്. വേറൊരു ഡാമും കൂടെ അതാണ് പ്രയാസിലായിരിക്കും, നമ്മൾ അറിയാമല്ലോ. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഇതൊരു വലിയ വാണിംഗ് ആണ്. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ദൈവജനം പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ആരിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ 6 ജില്ലകളിലുള്ളതായ ഏതാണ്ട് ലക്ഷക്കണക്കിന് 15 ലക്ഷം ജനമെങ്കിലും കേരളക്കാർ മരിക്കുമെന്നാണ് ഹല്ലേലൂയ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അത് എങ്ങനെയോ അവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുല്ലപ്പെരിയാർ ഡാം എങ്ങനെയോ അവിടെ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രാവിലെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ഓരോ ദിവസത്തെയുള്ള പേഴ്സണൽ പ്രേയറിൽ ഈ വിഷയം ഉണ്ടായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ കേരളത്തോട് കരുണ കാണിക്കണം, കേരളക്കാരോട് കരുണ കാണിക്കണം, ഞങ്ങളെ രക്ഷിക്കണം, ഈ ഡാം തകരാതെ അവിടുന്ന് കാക്കണം. ഹല്ലേലൂയ ദൈവജനം പ്രാർത്ഥിക്കേണ്ട, ഇന്നിത് കേൾക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിപ്പാനുള്ള ഒരു ചുമതല ഇന്ന് സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാൽ അനവധി കാര്യങ്ങൾ മാറിപ്പോകും. ഞാൻ ഇന്ന് വേഗത്തിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോലും സമയം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഏലി പുരോഹിതനെ പറ്റി നാം വായിച്ചിട്ടുണ്ട്. വാക്യങ്ങൾ എടുക്കാൻ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എടുത്ത് വായിക്കാൻ ശ്രമിക്കാം. ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് ആദ്യം ഒരു പ്രവാചകനെ അയച്ചു. ഹല്ലേലൂയ എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? വെറും ബാലനായിരുന്ന ശമൂവേൽ കൂടെ ആലോചന നൽകി. അതെല്ലാം കേട്ട ശേഷം ഏലി പറഞ്ഞതായ വാക്യമെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഏലി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഹല്ലേലൂയ ഏലി പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കഴിഞ്ഞാൽ യഹോവയല്ലോ അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നമ്മൾ വിചാരിക്കും ഒരു നല്ല കാര്യമായി ഏലി പറഞ്ഞതെന്ന്. എന്നാൽ ഏലിയുടെ വാക്കിൽ അവന്റെ മേലുള്ള ന്യായവിധി അവൻ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ആളിൽ ഇന്ന് അനേകരും പറയാൻ ശ്രമിക്കുന്നത് യഹോവയല്ലോ അതുകൊണ്ട് അങ്ങ് നടന്നോട്ടെ, യഹോവയല്ലേ അവന്റെ ഇഷ്ടം നടക്കട്ടെ, യഹോവയല്ലേ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കോട്ടെ, യഹോവയല്ലേ അതുകൊണ്ട് അനേകരും മരിച്ചോട്ടെ, യഹോവയല്ലയോ അതുകൊണ്ട് കൊറോണ വന്നോട്ടെ, യഹോവയല്ലയോ എന്ന് പറയുന്നവരായി തീരരുത്. ഏലി അത് പറഞ്ഞത് കൊണ്ട് സംഭവിച്ചത് എന്താണ്? ഏലി ആ നിമിഷം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അനുദപിക്കണമായിരുന്നു, ഏറ്റുപറയണമായിരുന്നു, തന്റെയും മക്കളുടെയും പാവങ്ങളെ ഏറ്റുപറഞ്ഞിരുന്നു എങ്കിൽ ഏലിക്കും അവന്റെ തലമുറകൾക്കും നിലനിൽപ്പുണ്ടായിരുന്നേനെ. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഏലി പറഞ്ഞതുപോലെ പറയുകയല്ല. ഓരോന്നും സംഭവിക്കുമ്പോൾ ആ നടന്നോട്ടെ, ദൈവത്തിന്റെ ഹിതം നടന്നോട്ടെ. അതൊരു സൂത്രബുദ്ധിയാണ് പ്രിയമുള്ളവരെ. ദൈവം എപ്പോഴും ഒരു വാണിംഗ് തരുമ്പോൾ അതോടൊപ്പം ഒരു പരിഹാരവും തന്നിരിക്കും. ദൈവം തരുന്ന ഏത് വാണിങ്ങിനും രോഗം വരും, പ്രശ്നം വരും, ഒക്കെ വരുമ്പോൾ ദൈവം തരുന്ന മുന്നമേ തരുന്ന വാണിങ്ങിനോട് കൂടെ ചേർന്ന് അതിന്റെ മേലുള്ളൊരു പരിഹാരവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഏലി തന്നെത്താൻ താഴ്ത്തിയിരുന്നുവെങ്കിൽ, നിനവേക്കാർ താഴ്ത്തിയതുപോലെ ഏലിയും കുടുംബമായി താഴ്ത്തിയിരുന്നെങ്കിൽ ഏലിയുടെ കുടുംബം ഇന്നും കണ്ടേനെയും. എന്നാൽ യഹോവയല്ലോ അവന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവൻ തന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിച്ചത് കൊണ്ട് അവനും അവന്റെ കുടുംബവും ഭൂമുഖത്ത് നിന്ന് നശിച്ചുപോയി പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഒരു വാണിങ് ദൈവജനത്തിന്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം കൂടിയിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വാണിങ് ഉണ്ട്. സമകാലിക സംഭവങ്ങൾ നമ്മെ വാൺ ചെയ്യുകയാണ്. അതുകൊണ്ട് യഹോവയല്ലോ അവന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുവാനല്ല ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മെ ഇരുത്തിയിരിക്കുന്നത്. പ്രാർത്ഥിപ്പാൻ ചുമതലയുണ്ട്, ഇടിവ് നിൽക്കാൻ ചുമതലയുണ്ട്. നമ്മുടെ പ്രാർത്ഥന യാഥാർത്ഥ്യമായി തീരണം, ഉള്ളു നുറുങ്ങിയുള്ള പ്രാർത്ഥനയായി തീരണം, കണ്ണുനീരോടെയുള്ള നിലവിളിയായി തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം സമകാലിക സംഭവങ്ങൾ മനസ്സിലാക്കി ഒരുങ്ങി നാം എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. മേ ദ ലോർഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.